അപ്പോഴേ നമുക്ക് ഇന്നത്തെ ഉച്ചയൂണ് നോക്കാം. അപ്പോൾ ഇന്നലെ കിട്ടിയ മീൻ ഇന്ന് കറി വെക്കണം ഞാൻ. അയില, ചാള, ചൂര, ചെമ്മീൻ ഇതൊന്നും ഇല്ല കേട്ടോ. ചാളയും അയിലയും മാത്രമേ ഉള്ളൂ. കുഞ്ഞയിലയും പിന്നെ ചാളയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞ് വങ്കടയും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കുഞ്ഞയിലയും വങ്കടയും കൂടെ ഞാൻ വറക്കാനായിട്ട് അരപ്പൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി പോണേണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ തേച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ചാള വെട്ടി തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. തക്കാളി ഇട്ടിട്ടാണ് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി പോണത്. തക്കാളിയൊക്കെ അരിയുന്ന നേരം കൊണ്ടേ ഞാൻ മീൻകറിക്കുള്ള ഉള്ളിയെല്ലാം വഴറ്റാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വഴണ്ട് വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് പൊടികളൊക്കെ ചേർത്ത് മൂപ്പിച്ച് തക്കാളി ഇട്ട് വഴറ്റിയ ശേഷം ചാറിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് തിള വന്നപ്പോഴത്തേക്ക് മീനിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും പാകത്തിനിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അത് അടച്ച് വെച്ചേക്കാം. പിന്നെ അതേ പച്ചക്കറി ആയിട്ട് കൊത്തമരക്കാണ് കേട്ടോ. അതേ കുനുകുനുകുനാന്നും പറഞ്ഞിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് ഞാൻ പീരോദിക്കാണ് എടുക്കണത്. അപ്പോൾ അതേ കൊത്തമരയ്ക്ക് എല്ലാം അരിഞ്ഞ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാളക്കറി ഇപ്പം റെഡിയാകും. അപ്പോൾ അപ്പത്തെ അടപ്പ് കാലിയാണല്ലോ. അപ്പോൾ ഞാൻ കരുതിയെന്നാൽ മീൻ വറുക്കാനിടാന്ന്. ചാളക്കറി ഇറക്കുമ്പോഴത്തേക്ക് നമുക്ക് കൊത്തമരയ്ക്കും റെഡിയാക്കി എടുക്കാമല്ലോ. അങ്ങനെ അത് അയിലെല്ലാം വറുക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറിയ തീയിലാക്കി വെച്ചിട്ടും ഇപ്പുറത്തടപ്പ് ഇത് ചാളക്കറി ഇറക്കി വെച്ചു. ദേ കൊത്തമരയ്ക്ക താളിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് തേങ്ങ ഒതുക്കിയതാണ് കേട്ടോ മിക്സിയുടെ ജാറിൽ. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൂട്ടി അവിടെ അടച്ചു വെച്ചേക്കാം കേട്ടോ. അങ്ങനെ വറുക്കാനിട്ട നമ്മുടെ അയിലക്കുഞ്ഞില്ലേ അത് നല്ലപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് പകർത്തുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 3 കൂടെ വറുക്കാനുണ്ട്. അത് അതിൻ്റെ കൂട്ടത്തിൽ ആ വങ്കടയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാള തിളപ്പിച്ചത്, കൊത്തമരക്ക പീരോദിക്കിയത്, അയില വറുത്തത്. ഇനി എന്ത് വേണം? വേഗം തന്നെ ചോറ് കഴിക്കാം. അപ്പോൾ അതേ എല്ലാവർക്കും ചോറ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും വീട്ടിലുള്ള ദിവസമാണല്ലോ. ഇന്നാർക്കും വേലയും കൂലിയില്ല. പിന്നെ പിള്ളേർ ക്ലാസ്സിലും പോയിട്ടില്ല. പണിമുടക്കാണല്ലോ. ചോറെടുക്കണ തട്ടും മുട്ടും കേട്ടപ്പോഴത്തേക്ക് ഒരാൾ അടുക്കളയിലോട്ട് ഓടി വന്നു കേട്ടോ. ചോറിൻ്റെ അളവെടുക്കാനായിട്ട്. അമ്മ എനിക്കൊരു ഇച്ചിരി കോളം മതി എന്ന് പറഞ്ഞിട്ട് ദേ അവിടെ കിടന്നെ കൂടെ പിടുത്തിടണേരുന്നേ. അപ്പോൾ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി കൊടുത്ത് അപ്പോൾ ഞങ്ങളിനി ഊണ് കഴിക്കാൻ വേണ്ടി പോണേണ്. അപ്പോൾ അത്രയുള്ള ടാറ്റാ.